ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ്. നമ്മൾ ഇന്ന് വന്നെത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ മലയാറ്റൂർ കുരിശുമുടിയിലേക്കാണ്. വിശ്വപ്രസിദ്ധമായ ഈ മലകയറ്റം വെറുമൊരു യാത്രയല്ല, അതൊരു വലിയ ആത്മീയ അനുഭവമാണ്. മലയാറ്റൂർ അടിവാരത്ത് ഇപ്പോൾ വലിയ തിരക്കാണ്, പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത്. കയ്യിലൊരു മരക്കുരിശുമേന്തി പൊന്നിൻ കുരിശു മുത്തപ്പ എന്ന വിളികളുമായി വിശ്വാസികൾ മല കയറാൻ തുടങ്ങുകയാണ്. നമുക്കും പതുക്കെ യാത്ര തുടങ്ങാം. ആദ്യത്തെ കുറച്ചു ദൂരം നിരപ്പായ പാതയാണെങ്കിലും പിന്നീട് വരുന്നത് ചെങ്കുത്തായ കയറ്റങ്ങളാണ്. കല്ലും മണ്ണും നിറഞ്ഞ പാതയിലൂടെ ഓരോ ചുവട് വെക്കുമ്പോഴും ചുറ്റും പൊന്നിൻ കുരിശു മുത്തപ്പോ എന്ന വിളികൾ കേൾക്കാം. മലയാറ്റൂർ കുരിശുമുടി കയറുമ്പോൾ വിശ്വാസികൾ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നാണ് കുരിശിൻ്റെ വഴി. യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ യാത്രയിലെ 14 സുപ്രധാന സംഭവങ്ങളെയാണ് ഈ 14 സ്ഥലങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ തോമാസ് ലീഹ ഭാരതത്തിൽ സുവിശേഷം അറിയിക്കാനായി എത്തിയപ്പോൾ മലബാർ തീരത്താണ് ആദ്യം ഇറങ്ങിയത്. അവിടെ നിന്ന് ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കവെയാണ് അദ്ദേഹം മലയാറ്റൂർ ഭാഗത്തെത്തുന്നത്. അന്നത്തെ കാലത്ത് മലയും കാടും നിറഞ്ഞ ഈ പ്രദേശം സഞ്ചാരയോഗ്യമല്ലായിരുന്നു. പ്രാദേശികമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നപ്പോൾ ശ്ലീഹ മനഃശാന്തിക്കും പ്രാർത്ഥനയ്ക്കുമായി മലയാറ്റൂർ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവിടെയുള്ള ഒരു വലിയ പാറപ്പുറത്തിരുന്ന് അദ്ദേഹം ദിവസങ്ങളോളം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. മലമുകളിലെത്തുമ്പോൾ വെള്ളം കുടിക്കാനുള്ള കടകൾ കാണാം. കൂടാതെ വിശ്വാസികൾക്ക് കുമ്പസാരിക്കുവാനും ഭക്തസാധനങ്ങൾ മേടിക്കുവാനുമുള്ള സൗകര്യവും നമുക്ക് കാണാം. ആന കുത്തിയ പള്ളി എന്നറിയപ്പെടുന്ന മലയാറ്റൂർ പഴയ പള്ളി AD 1595 സ്ഥാപിക്കപ്പെട്ടതാണ്. 1968 വരെ മലയാറ്റൂർ മല നിബിഡ വനമായിരുന്നു. അന്ന് ആനകൾ കുത്തി ഈ പള്ളിയുടെ പിൻഭാഗത്ത് സാരമായ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. പിന്നീട് കേടുപാടുകൾ നീക്കിയെങ്കിലും ആനകൾ കുത്തിയ ഭാഗം ഇന്നും അതേപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. മലമുകളിൽ വെള്ളമില്ലാതിരുന്ന സമയത്ത് ദാഹിച്ച ശ്ലീഹ പാറയിലടിച്ചപ്പോൾ അവിടെ നിന്ന് തെളിനീർ ഉറവ വന്നുവെന്ന് കരുതപ്പെടുന്നു. അതിന്നും വറ്റാതെ അവിടെ തന്നെയുണ്ട്. പ്രാർത്ഥനയ്ക്കിടയിൽ ശ്ലീഹ പാറമേൽ കുരിശടയാളം വരച്ചുവെന്നും അവിടെ ഒരു സ്വർണ്ണക്കുരിശ് പ്രത്യക്ഷപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം. ഇതാണ് ഇന്ന് പൊന്നിൻ കുരിശ് എന്നറിയപ്പെടുന്നത്. കാലങ്ങൾക്ക് ശേഷം കാട്ടിൽ വേട്ടയ്ക്ക് പോയ മലയരയന്മാർ ഈ സ്വർണ്ണക്കുരിശ് കാണാനിടയാവുകയും അവർ വഴി ലോകം ഈ പുണ്യസ്ഥലത്തെക്കുറിച്ച് അറിയുകയും ചെയ്തു. ശ്ലീഹ പ്രാർത്ഥിക്കാൻ നിന്ന പാറയിൽ അദ്ദേഹത്തിൻ്റെ പാദമുദ്ര പതിഞ്ഞതായി വിശ്വസിക്കപ്പെടുന്നു. ഇന്നും തീർത്ഥാടകർക്ക് ഈ പാദമുദ്ര ദർശിക്കാവുന്നതാണ്. ഏകദേശം രാത്രി 11:15 ഞങ്ങൾ തിരിച്ചു മലയിറങ്ങിയത്. അപ്പോഴുള്ള തിരക്ക് എത്രമാത്രമാണെന്ന് നമുക്ക് കാണാം. മലയിറങ്ങി അടിവാരത്തെത്തുമ്പോൾ ശരിക്കും ഒരു പ്രത്യേക ഫീലാണ്. കാലുകൾക്ക് ചെറിയൊരു തളർച്ചയുണ്ടെങ്കിലും മനസ്സിന് നല്ലൊരു ഫ്രഷ്നെസ് തോന്നും. വിയർത്ത് കുളിച്ച് ആ മല കയറി മുകളിലെത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു കാറ്റും സമാധാനവും ഉണ്ടല്ലോ, അതനുഭവിച്ച് തന്നെ അറിയണം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അവിടെ പറഞ്ഞ് ആ വലിയ തിരക്കിലും ഒരു നിമിഷം ശാന്തമായിരിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഈ തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. വിശ്വാസിയായാലും അല്ലെങ്കിലും മലയാറ്റൂർ നൽകുന്ന ആ ഒരു പോസിറ്റീവ് വൈബ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് ഇവിടെ തീരുകയാണ്. അടുത്ത തവണ നിങ്ങളും മലയാറ്റൂർ വരുമ്പോൾ ഈ അനുഭവങ്ങൾ നേരിട്ടറിയാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.